ഗൈസ് നോക്കൂ, ഇപ്പോൾ ജസ്ന സലീം എന്ന് പറയുന്ന ഒരാൾക്കെതിരെ കലാപ ആഹ്വാനത്തിന് കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഗൈസ്, കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപ ശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ഗൈസ് നോക്കൂ, ഈ ജസ്ന സലീം ആദ്യത്തെ ഒരു പ്രാവശ്യം പോയി അവിടെ പോയി കേക്ക് മുറിച്ച്, അതായത് അമ്പലനടയിൽ വെച്ച് കേക്ക് മുറിച്ച് അത് വീഡിയോയാക്കി പോസ്റ്റ് ചെയ്യുകയും ഇത് ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുകയും ഇങ്ങനത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സ്ഥലമല്ല, വിശ്വാസികൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കുമുള്ള സ്ഥലമാണത്, അവിടെ പോയി ഇങ്ങനെയുള്ള പരിപാടി ചെയ്യരുതും, ഇത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കരുതും, ഇത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കരുതും എന്നല്ല. അഭിലാഷ്, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല എല്ലാം പറഞ്ഞ് മറ്റുള്ളവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടിയൊന്നും നടത്തരുത്. ഇവർ മറ്റൊരു മുസ്ലിം വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളാണ്, അവർ പോയി ഹിന്ദുക്കളുടെ വിശ്വാസമുള്ള അവിടെ പോയി കൃഷ്ണവിഗ്രഹം എന്ന് പറയുന്ന ഒരു പരിപാടി, അത് ഉള്ള ഒരു കഴിവ്, കാര്യം കൃഷ്ണവിഗ്രഹം വരക്കുക അല്ലെങ്കിൽ അവരുടെ പടം വരക്കുക അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കുക എന്ന ഒരു കഴിവ് വെച്ച് ഇവർ ഇത് മിസ്യൂസ് ചെയ്യുക. കാരണം മറ്റുള്ളവരുടെ വികാരങ്ങളെ ഇവർ വ്രണപ്പെടുത്തുക, അത് വിറ്റ് പൈസ ഉണ്ടാക്കുക, അത് വിറ്റ് ജനശ്രദ്ധ ആകർഷിക്കുക എന്നുള്ള അപൂർവമായ ഒരു ധൈര്യം ഇവർ കാണിച്ചിട്ടുണ്ട്. കാര്യം എന്നാണെന്നറിയാം, ഇപ്പം നമ്മുടെ വിശ്വാസം, ഹിന്ദു വിശ്വാസത്തിനായാലും മറ്റ് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഏതൊരു വിശ്വാസത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അവരുടെ വിശ്വാസങ്ങൾ അവർ ഓക്കെ ആയിട്ട് വരും. പക്ഷേ മറ്റൊരു വിശ്വാസത്തിൽ നമ്മൾ കൈകടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം അഭിപ്രായങ്ങൾ വരെ പറയാൻ. കാര്യം അങ്ങനെ, കാരണം വികാരങ്ങൾ നമ്മുടെ വികാരങ്ങളെക്കാളും കൂടുതലാണ് എല്ലാവരും തന്നെ അന്യ ഒരു വിശ്വാസങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ എല്ലാവരും തന്നെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ധൈര്യം സമ്മതിക്കണം. കാരണം ഇവിടെ പോയി വീഡിയോ എടുക്കുവാനും അവിടെ പോയി മാലയിടാനും അവിടെ പോയി കേക്ക് മുറിക്കുകയും അത് വീഡിയോ ആക്കി യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യുകയും ഇതിനെതിരെ വരുന്ന കമൻറ്റുകൾക്കും അവർക്ക് ഇവരത് ഈ ചാനലിലൂടെ തന്നെ മറുപടി പറയുന്നുണ്ട്. ഇവർ ഭർത്താവ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് ഇരുന്ന് മറുപടി പറയുന്നത്. ഗൈസ്, തീർച്ചയായും ഒഴിവാക്കേണ്ട സംഗതിയാണ്. ഇവരുടെ ധൈര്യം ഇതിനെ അംഗീകരിക്കുക തന്നെ വേണം. കാര്യം ഹൈക്കോടതി ഒരു പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾക്ക് ഈ കേക്ക് മുറിക്കുവാനും മറ്റ് പരിപാടി നടത്താനുള്ള സ്ഥലമല്ല ഇത് വേറെയാണ്, വിശ്വാസികളുടെ കാര്യങ്ങളാണ്, ഇവരുടെ ഈ പരിപാടി കൊണ്ട് ഇപ്പം മറ്റുള്ളവർക്കും ഇപ്പോൾ അവിടെ പോയി വിശ്വാസികളാകുന്ന ഒരാൾക്ക് പോലും ഇപ്പോൾ അവിടെ പോയി ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എടുക്കാൻ സാധിക്കത്തില്ല. കാരണം അത് റെസ്ട്രിക്ഷൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കോടതി മുഖാന്തരം ഇത് തടഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടിയൊന്നും അവിടെ നടക്കത്തില്ല, വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ അനുവദിക്കത്തില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടേതായ ഈ ഒരു നിക്ഷിപ്ത താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടേതായ കച്ചവട തന്ത്രം കൊണ്ട് അല്ലെങ്കിൽ പ്രശസ്തിയാകാനുള്ള ഒരു മാർഗം കൊണ്ട് ഇപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങളും കൂടി ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് വേണം അനുമാനിക്കാൻ. ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികൾക്കും വളരെയധികം പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ മറ്റുള്ള വികാരമുള്ള ആൾക്കാർ ചെല്ലാൻ പോകാൻ ഒരു വിഷയവും ഇല്ല. പക്ഷേ ഇത് കച്ചവടമാക്കി ഇവർ പ്രശസ്തയാകാൻ ശ്രമിച്ചു. ഈ വിഗ്രഹം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ പടം വരക്കുവാനോ ഉള്ള കഴിവിനെ ഇവർ വിറ്റ് പൈസയാക്കാൻ ശ്രമിച്ചതിനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയമായി വന്നത്. തീർച്ചയായും ഒഴിവാക്കേണ്ട സംഗതിയാണ്, പ്രതിഷേധിക്കേണ്ട സംഗതിയാണ്. ഇത് ഇവരുടെ ഈ പരിപാടി കൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അവകാശങ്ങളും അവരുടെ ഈ വീഡിയോ എടുക്കുവാൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുവാനുള്ള അവകാശം കൂടി ഇല്ലായ്മ വരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ. തീർച്ചയായും ഇവരുടെ ഈ പരിപാടിയൊക്കെ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല, അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്, അവിടെ ഫ്രോഡ് പരിപാടിയാണെന്ന് വേണം പറയാം. കാരണം ഇത് ഫ്രോഡാ. കാര്യം ഇങ്ങനെയുള്ള മറ്റൊരുത്തൻ്റെ വികാരത്തെ ഉണപ്പെടുത്തിയും അവരുടെ വിശ്വാസങ്ങൾക്ക് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരൊരു വിശ്വാസിയാണെന്ന് തോന്നിപ്പിക്കുകയും ഇത് അഭിനയിക്കുന്നതാണ്. ഇവർ വിശ്വാസിയാണെന്ന് സ്വയം അഭിനയിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ്, ഇവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്, 100% കേസെടുക്കേണ്ടതാണ്. തീർച്ചയായും ഹൈക്കോടതി കറക്റ്റായിട്ടുള്ള പരിപാടി നടത്തിയിരിക്കുന്നതെന്നുള്ള അനുമാനിക്കാം. പക്ഷേ അവിടുത്തെ ഈ സാധാരണക്കാരൻ്റെ ഇപ്പോൾ അവകാശം കൂടി ഹനിക്കപ്പെട്ടെന്നുള്ളത് നിരാശാജനകമായൊരു കാര്യമാണ്.